खलीफा के हम हैं खलीफा हमारा, वो दिल है हमारा आका हमारा, हमारा हमारा खलीफा हमारा, वो दिल है हमारा आका हमारा, वो दिल है हमारा आका हमारा. അസ്സലാമു അലൈക്കും. ദിസ് വീക്ക് ഹുസൂർ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് ഖാമിസ് ബിൻ അസീസ് USA ഖുദ്ദാം മെമ്പർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ പ്രസക്ത ഭാഗങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സൗത്ത് വെസ്റ്റ് റീജിയനിലെ ഖുദ്ദാമിങ്ങൾക്ക് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചു. 22 ഖാദിമീങ്ങൾ ഇസ്ലാമാബാദിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കാൻ യാത്ര ചെയ്താണ് എത്തിയത്. കൂടിക്കാഴ്ചയിൽ എല്ലാ ഖുദ്ദാമിങ്ങൾക്കും തങ്ങളെ ഹുസൂറിനെ പരിചയപ്പെടുത്താനും തങ്ങളുടെ മതത്തെയും സമകാലീന സംഭവങ്ങളെയും സംബന്ധിച്ച കാര്യങ്ങൾ മാർഗദർശനം തേടാൻ അവസരം ലഭിച്ചു. ഇന്ന് അഹമ്മദികൾക്കെതിരെ എതിരാളികൾ നിരവധി വിമർശനങ്ങൾ നടത്തുന്നു. അതുപോലെ പ്രവാചകരെയും ഖലീഫമാരെയും പരിഹസിച്ചുകൊണ്ട് ഞങ്ങളുടെ വൈകാരികതയെ വേദനിപ്പിക്കുന്നു. ഹുസൂർ, ഞങ്ങൾ എങ്ങനെ ഞങ്ങളുടെ ക്ഷമയും മര്യാദയും കാത്തു സംരക്ഷിക്കും? ഏതെങ്കിലും നബി ഉണ്ടോ വിശുദ്ധ ഖുർആനിൽ എതിരാളികൾ വ്യാജ ആരോപണം നടത്താത്തതായിട്ട്? ആരുമില്ലല്ലോ. വിശുദ്ധ ഖുർആനിൽ അത് നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. ഇവരുടെ പണി തന്നെ ഇങ്ങനെയാണ്. ഈ എതിരാളികൾ അവർ ദുരാരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. അത് മൂസാ നബിയുടെ മേലെ, അത് ഇബ്രാഹിമിൻ്റെ മേലെ, അത് നൂഹ് അലൈഹി സ്വലാമിൻ്റെ മേലെ നടത്തുകയുണ്ടായി. ഖുർആനിൽ അവരുടെ ആരോപണം അവർക്കൊക്കെ. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലും ഒരുപാട് ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കളെ ഇങ്ങനെ ആരാധിക്കുന്നത് കണ്ടിട്ടില്ല, നീ ഇന്ദ്രജാലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇങ്ങനെയൊക്കെയല്ല അവർ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളോട് അങ്ങനെ ഉന്നയിക്കുന്നില്ല, അത് നമ്മുടെ സത്യത്തിനുള്ള തെളിവാണ്. നമ്മുടെ മേലെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഇത് മസീഹ് സ്വലാത്തു വസ്സലാം അതായത് മസീഹ് പറഞ്ഞത് എല്ലാ പ്രവാചകരുടെ മേൽ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ് എൻ്റെ മേലും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അത് അതിൻ്റെ സത്യത്തിനുള്ള വലിയ തെളിവാണ്. മനസ്സിലായോ? വ്യാജനായിരുന്നെങ്കിൽ അള്ളാഹു തന്നെ എന്നെ നശിപ്പിക്കുമായിരുന്നു. അള്ളാഹു തന്നെ പറയുന്നുണ്ട്, അതായത് എൻ്റെ കറ്റുകെട്ട് പറയുന്നത് വരെ അള്ളാഹു നശിപ്പിക്കുമെന്ന്. ബാക്കി കാര്യങ്ങൾ വികാരങ്ങൾ വ്രണപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് അമ്പിയാക്കളെ കൗമുകൾ അവർക്കും ഇതുപോലെ വികാരങ്ങൾ വ്രണപ്പെട്ടുകൊണ്ടിരുന്നല്ലോ. എന്നാൽ അവരത് ക്ഷമിച്ചുകൊണ്ടിരുന്നു, സഹനം കൈക്കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ക്ഷമ കൈക്കൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ഹദീസിൽ പറയുന്നു, ഇത് വലിയ ധീരതയൊന്നുമല്ല, നിങ്ങളൊരാളെ കലഹിച്ചുകൊണ്ട് അവൻ മുഖം അടിച്ച് പരത്തുന്നതും ഒന്നും അത് ധൈര്യമല്ല. നിങ്ങളുടെ വികാരങ്ങൾ നിയന്ത്രിക്കലാണ് യഥാർത്ഥ ധൈര്യം. ഇതാണ് ധൈര്യം, ഇതാണ് നമ്മൾ കാണിക്കേണ്ടത്. അതിൽ നമ്മൾ സന്തോഷിക്കണം. നമ്മളോട് പെരുമാറ്റപ്പെടുന്ന അത് നബിമാരുടെ സംഘങ്ങളോട് ചെയ്യപ്പെടുന്ന പെരുമാറ്റം നമ്മൾ നടത്തപ്പെടുന്നത്. അതുകൊണ്ട് നമ്മൾ സന്തോഷിക്കണം. ആരോപണം ഉന്നയിക്കുന്നവരുടെ മേലെ മറുപടി നൽകാൻ നമുക്ക് തെളിവുകൾ ഉണ്ടാവണം. അതിന് നമ്മൾ സാഹിത്യം നമ്മൾ വായിക്കണം, അതിനായി നമ്മൾ തയ്യാറാക്കണം അത് മറുപടികൾ. എതിരാളികളുടെ പക്കൽ ഒരു തെളിവുണ്ടാവാറില്ല, അവർ ചീത്ത പറയുകയാണ് ചെയ്യാറ്. അതെപ്പോഴും എതിരാളികൾ അങ്ങനെയാണ് അപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ക്ഷമിക്കുന്നവർ, അവരെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മനസ്സിലായോ? അഹമ്മദിയ ജമാഅത്തിൽ കണ്ണേറിനെ കുറിച്ചും അസൂയയെക്കുറിച്ചുമുള്ള അധ്യാപനങ്ങൾ എന്താണ്? അവയിൽ നിന്ന് നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? കാര്യം എന്താണെന്ന് വെച്ചാൽ, കണ്ണേറ് വെക്കുന്ന ആളുകൾ അതോടുകൂടി തീരുമെന്നല്ല. കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതാണ് അള്ളാഹുവിനോട്. അള്ളാഹു നമ്മെ അസൂയപ്പെടുന്നവരുടെ അസൂയയിൽ നമ്മൾ രക്ഷപ്പെടുത്തണം. ഈ അസൂയപ്പെടുന്നവരുണ്ടല്ലോ, അവർ ചില മാർഗങ്ങൾ അവലംബിക്കും. മറ്റുള്ളവർക്ക് നഷ്ടമുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തും. അത് മുഖേന മറ്റുള്ളവർക്ക് അങ്ങനെ നഷ്ടം സംഭവിക്കുന്നു. അതിനുവേണ്ടി എന്തെങ്കിലും മാർഗം അവർ അവലംബിക്കുന്നു. മനസ്സിലായോ? ഇത് കണ്ണേറ് തട്ടൽ മാത്രമല്ല,
കണ്ണേർ തട്ടിപ്പിക്കുന്ന ആൾ അവർ അസൂയ ഉള്ളവരായിരിക്കും. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യുക, ലാ ഇലാഹ വലാ ഖുവത ഇല്ലാ ബില്ലാ അത് ചൊല്ലുക. മറ്റ് കണ്ണേർ കൊണ്ട് വല്ല നഷ്ടം ഉണ്ടാവും എന്നുള്ള കാര്യം അത് തീർച്ചയായും കണ്ണേർ കൊള്ളുമെന്നല്ല. അതായത് അങ്ങനെ കണ്ണേർ ചെയ്യുന്ന ആളുകൾ പ്രായോഗികമായിട്ട് അങ്ങനെ നഷ്ടം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ രക്ഷപ്പെടണം. അല്ലാതെ ആരെയും കണ്ണേർ തട്ടിയാൽ എൻ്റെ മുഖം വികൃതമാകുമോ, അതുപോലെ എൻ്റെ ആകൃതി കുറഞ്ഞു പോകുമോ, എൻ്റെ ഉയരം കുറഞ്ഞു പോകുമോ, അതുപോലെ ഞാൻ ഭയങ്കര അസ്വസ്ഥനോ, അത് സൈക്കോളജിക്കലായിട്ടുള്ള മെസ്മറൈസ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അത് അവരുടെ സ്വാധീനത്തിൻ്റെ കീഴിൽ അവർ വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ലാ ഇലാഹ വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് ചൊല്ലുക, അള്ളാഹുവിൽ ദൃഢവിശ്വാസം കൊള്ളുക. ബാക്കി അത് അസൂയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വമിൻ ശരി ഹാസിൻ ഇദാ ഹസദ്, അത് അള്ളാഹു സൂറത്തുൽ നാസിർ പറഞ്ഞിരിക്കുന്നു. അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ചില സന്ദർഭങ്ങളിലെ ഹസദുകൾ, അസൂയ, അത് ജായിസായി തീരുന്നത് അത് നിങ്ങൾ ഹസദ് ചെയ്തുകൊണ്ടല്ല, മറിച്ച് അത് റഷ്ക്, അതായത് അയാളെ സ്തുതിച്ചുകൊണ്ട് അയാൾ ഇത്ര നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അത് ഞാനും കൂടി ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത് അസൂയയുടെ മറ്റൊരു വിധമാണ്. ആ വ്യക്തിയുടെ നല്ല കാര്യം ചെയ്ത ആളുടെ എതിരിൽ എത്ര നല്ല ജോലിയാണ് ചെയ്യുന്നത്, പ്രവൃത്തിയാണ് ചെയ്യുന്നത്, അതിനെ റഷ്ക് എന്നാണ് ഉറുദുവിൽ മറ്റു ഭാഷകളിൽ പറയുന്നത്. അത് മറ്റുള്ളവരെ സ്തുതിച്ചുകൊണ്ട് അയാളെപ്പോലെ അയാളുടെ മാതൃക അവലംബിക്കാൻ വേണ്ടിയുള്ള ഉൾക്കടമായ ആഗ്രഹ ഹൃദയത്തിലുണ്ടാവുക, അങ്ങനെ അയാളുമായി മത്സരിക്കാനുള്ള ഒരു അഭിവാഞ്ച ഉണ്ടാവുക. ഈ ഹസദ് എന്നത് നല്ല ഹസദാണ്, ഇത് അനുവദനീയമായ ഹസദാണ്. മനസ്സിലായോ? ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ള ആത്മീയതയുടെ 3 അവസ്ഥകളിൽ, അതായത് നഫ്സെ അമ്മാറ, നഫ്സെ ലവ്വാമ, നഫ്സെ മുത്മയിന്നയിൽ നമ്മൾ ഏതിലാണെന്ന് എങ്ങനെ തിരിച്ചറിയാം? അതുപോലെ തന്നെ നമ്മൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും നമ്മളുടെ ആത്മീയ നിലയിൽ വളർച്ച വരുന്നുണ്ടോ ഇല്ലയോ എന്ന്? നഫ്സെ അമ്മാറ എന്നത് തിന്മയിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. മനസ്സിലായോ? ഹദ്റത്ത് യൂസുഫ് അലൈഹി സ്വലാം ദുആ ചെയ്തിരുന്നു, എൻ്റെ നഫ്സെ അമ്മാറ ആണെന്നാണ്. അള്ളാഹു എനിക്ക് അവസരം നൽകിയിട്ടില്ലെങ്കിൽ ഞാൻ തിന്മയിലകപ്പെട്ടേനെ. ആ സ്ത്രീ വശീകരിക്കുക ചെയ്തിരുന്നെങ്കിൽ ഞാൻ ആകൃഷ്ടയായി പോകുമായിരുന്നു. അത് ഈ നഫ്സെ അമ്മാറ എന്നത് ഹൃദയത്തിൽ തിന്മയിലേക്കുള്ള ആഗ്രഹം ഉളവാക്കലാണ്. അപ്പോൾ അത് പിന്നെയുള്ളത് നഫ്സെ ലവ്വമാണ്. അതെന്താണ്? കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഹൃദയത്തിൽ മനസ്സിൽ ഈ കുറ്റം ചെയ്തു എന്നുള്ള, ഞാൻ ചെയ്തു പോയല്ലോ എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ, അതിന് വെറുപ്പുണ്ടാവുക. ഈ ചിന്ത ഉണ്ടായാൽ അത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അമ്മാറിൽ നിന്ന് ലവാമ്മയിൽ വന്നുവെന്ന്. ലവാമ്മയിൽ എൻ്റെ ഹൃദയം എന്നോട് പറഞ്ഞു ഈ തിന്മകളൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ള. ആ തിന്മകൾ ഉപേക്ഷിക്കാൻ വേണ്ടി നമ്മളെന്താ ചെയ്യേണ്ടത്? ആദ്യം അതിനൊരു ചിന്ത ഉണ്ടാക്കിയെടുക്കുക, ഇത് മോശപ്പെട്ട സംഗതിയാണ് എന്നുള്ളത്. അതിനെതിരെ നമ്മളതിൽ ഇച്ഛാശക്തി ഉണ്ടാവണം, ഞാൻ ഒരിക്കലും ഇത് ഞാൻ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ അതിൽ നിലകൊള്ളാനുള്ള ദുആ ചെയ്യുക. പിന്നെ നമ്മുടെ ആ അന്തരീക്ഷം ഉണ്ടല്ലോ, ഏതൊരു നമുക്ക് ഈ ചുറ്റുപാടുകൾ ഉണ്ടാവില്ല, ആ അന്തരീക്ഷത്തെ നമ്മൾ ഒഴിവാക്കുക. ആ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കുക. നമ്മുടെ സുഹൃത്തുക്കൾ തെറ്റ് ചെയ്യുന്ന അവരെ ഉപേക്ഷിക്കുക, ഈ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, നമുക്ക് മോശപ്പെട്ട അഭിപ്രായങ്ങൾ ലഭിക്കുന്ന സ്വതുവലയങ്ങളിൽ നിന്ന് അത് ഉപേക്ഷിച്ചാണ്, അതിന് വിട്ടു നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നഫ്സൽ ലവ്വാമ, നമ്മുടെ ഹൃദയം നിങ്ങളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹൃദയത്തിൽ ഉണ്ടാവുമല്ലോ നിങ്ങൾ ചിന്ത, ഞാൻ തെറ്റാണ് ഈ കാര്യം ചെയ്തത് എന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ചിന്ത വന്നാൽ അത് ലവ്വാമയാണ്. മുത്മയിന്ന ഉണ്ടാവുന്നത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭയം മാത്രം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോഴാണ്. എന്നോട് തന്നെ ചോദിക്കുക, ജനങ്ങളുടെ ഭയമാണോ അള്ളാഹുവിൻ്റെ ഭയമാണോ നമ്മോട് ചോദിക്കുക. 5 നേരം നമസ്കാരം അള്ളാഹുവിൻ്റെ ഭയം, അള്ളാഹുവിനോടുള്ള സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത്. അതല്ല ഇന്ന ആവശ്യങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ, എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണോ, എൻ്റെ പ്രവർത്തികളിൽ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്. എനിക്കെന്തെങ്കിലും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണോ, എനിക്ക് നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണോ, ഇതിനാണോ നമ്മൾ ജോലി ചെയ്യുന്നത്, നമസ്കരിക്കുന്നത്? അത് അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടിയായിരിക്കണം നമ്മൾ നമസ്കരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടിയാൽ നമ്മൾ നഫ്സെ മുത്മയിനയുടെ അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണ്.
നമ്മൾ സ്വയം അതിനൊരു ആത്മപരിശോധന നടത്തണം, ഓരോന്ന് വിലയിരുത്തേണ്ടതാണ്. അത് കിട്ടിയാൽ അതിൽ നിലകൊള്ളുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം വിശദീകരിച്ചിട്ടുണ്ട് ഈ കാര്യം. അള്ളാഹുവിൻ്റെ അതിനെ തേടിക്കൊണ്ടിരിക്കുമ്പോൾ, അവനോട് സ്നേഹിക്കുമ്പോൾ, ബാക്കി ലൗകിക കാര്യങ്ങളൊക്കെ സ്വയം തന്നെ നടന്നു പോകുന്നതായിരിക്കും. മനുഷ്യൻ ലൗകികമായ ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ലോകത്ത് നിന്നുകൊണ്ട് തന്നെ, ലോകത്തിൻ്റെ ജോലി ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സ്നേഹം കാണിക്കുമ്പോൾ മനുഷ്യന് ഒരു ആനന്ദം ലഭിക്കും, ഒരു തൃപ്തി ലഭിക്കും. പിന്നെ നഫ്സെ അമ്മാറയും നഫ്സെ ലവാമ ഒന്നും പിന്നെ ഉണ്ടാവില്ല. ആ സമയത്ത് നമ്മൾ ചോദിക്കുക, നിങ്ങൾക്ക് സ്വയം തന്നെ നിങ്ങൾ വിലയിരുത്തും. മറ്റാർക്കും ഇത് പറഞ്ഞു തരാൻ പറ്റില്ല. നിങ്ങളുടെ നഫ്സ് ഏതാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കേണ്ടി വരും. ഈ സ്റ്റേജ് അത് വളരെ പ്രയാസത്തോടു കൂടിയിട്ടാണ് ലഭിക്കുന്നത്. അത് ഉയർച്ച താഴ്ചകൾ അതിലുണ്ടായിക്കൊണ്ടിരിക്കും. ഏണിയും സർപ്പത്തിൻ്റെയും കളി പോലെയുള്ളതാണ് ഒരു കാലം. അതിൽ ജയിച്ചാൽ നമ്മൾ പോയിൻ്റിൽ അവിടെ മുകളിലെത്തിയാൽ ചിലപ്പോൾ ആ പാമ്പിൻ്റെ വായിലായിരിക്കും നേരെ നമ്മൾ ചെന്നെത്തുന്നത്. അപ്പോൾ ഡൈസിൻ്റെ മേലെ 3, 4, 9 ഒക്കെ നമ്പർ ഉണ്ടാകുമ്പോൾ നേരെ ആ സർപ്പത്തിൻ്റെ വായിലേക്ക് നേരെ ചെന്നെത്തുന്നത്. അപ്പോൾ താഴോട്ട് ഷൂ എന്ന് പറഞ്ഞാൽ നമ്മൾ താഴോട്ട് വരും. അപ്പോൾ അത് നമ്മൾ ഭാഗ്യം കൊണ്ടായിരിക്കും നമ്മൾ മുകളിലെത്തുന്നത്. ഇതാണ് നഫ്സെ മുത്മയിന്ന. ജമാഅത്തിലെ ചില വലിയ ആളുകൾ ഞങ്ങളെ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിലക്കുന്നു. അവർ പറയുന്നത് നിങ്ങൾ ചെറിയ കുട്ടികളാണ് എന്നാണ്. ഇതിൽ ഞങ്ങൾ എന്താണ് ചെയ്യാൻ സാധിക്കുക? ജനങ്ങൾ ഷേവ് ചെയ്യുന്നവരാണെങ്കിൽ അവരോട് പറയുക, എൻ്റെ താടി നിങ്ങൾക്കായിട്ടും വലുതാണെന്ന് അവരോട് പറയുക, ഞാൻ ചെറുതല്ല എന്ന് പറയുക. കാര്യം എന്താണെന്ന് വെച്ചാൽ, ചെറിയ ആളുകളെ പഠിപ്പിക്കുമ്പോഴാണല്ലോ നമുക്ക് സെക്കൻഡ് ലൈനെ ഒരു പുതിയ നിര അതിനെ തയ്യാറായി വരാം. കാരണം മുസ്ലിം ഏതൊരു സമൂഹമാണ് വിജയിക്കുന്നത്, അതിനൊരു സെക്കൻഡ് ലൈൻ ഉണ്ടാവും. ആ സെക്കൻഡ് ലൈന് തയ്യാറായാൽ, ആ നിര തയ്യാറായാലാണ് ജമാഅത്ത് വിജയിക്കുക. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അസർ മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പോഷക സംഘടനകൾക്ക് രൂപം നൽകിയിട്ടുള്ളത്. ഖുദാമുൽ അഹ്മദിയ, ലജന, അൻസാർ, ഖുദാമുൽ പിന്നെ അത്ഫാലും ലജനൽ നാസറാത്തും ഉണ്ട്. ചെറിയ ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള ശീലം ഉണ്ടാവാൻ വേണ്ടിയിരുന്നു. ഞാൻ 10 വയസ്സുള്ള സമയത്ത് അത്ഫാലിൻ്റെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്ഫാൽ അഹമ്മദിയുടെ സൈമിൻ്റെ കീഴിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പിന്നെ സൈമായി, പിന്നെ ആ ലെവലിൽ ട്രെയിനിങ് ആയി മനുഷ്യൻ എത്തിച്ചേരുന്നു. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് ലഭിക്കുന്നില്ലെങ്കിൽ, പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, വലിയ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ നമ്മളെങ്ങനെയാണ് പഠിക്കുക? നമുക്ക് രണ്ടാമത്തെ നിര എങ്ങനെ തയ്യാറാവും? ചെറിയ ആളുകൾ പിന്നെ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുക? അത് മുസ്ലിം മോദി പറയുന്നുണ്ട്, നമ്മളെ കൊണ്ടാവുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നു. എന്നാൽ നിങ്ങളുടെ കാലത്ത് ഈ പ്രസ്ഥാനം അപമാനിക്കപ്പെടരുത്, അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അതുകൊണ്ട് പറയുക, ഞാൻ ചെറിയതല്ല, എൻ്റെ ഹൃദയം, എൻ്റെ മനസ്സ് വലുതാണ്, എൻ്റെ വികാരം വലുതാണ്, എനിക്ക് അംബിഷൻസ് ഉണ്ട്, എനിക്ക് ആഗ്രഹങ്ങളുണ്ട്, അത് ഞാൻ തേടേണ്ടതുണ്ട്, എനിക്കൊരു പാഷനുണ്ട്, അത് ഞാൻ തേടേണ്ടതാണ്, നേടേണ്ടതാണ്. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർ മൗനം അവലംബിച്ചോളൂ. മനസ്സിലായോ? ജമാഅത്തിനെതിരായി രഹസ്യമായി കൊണ്ട് വിമർശനം നടത്തുന്ന ആളുകൾക്ക് എന്ത് മറുപടിയാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്? അവരോട് പറയുക, എതിർക്കണമെങ്കിൽ തുറന്നലിൽ എതിർക്കുക. ചിലർക്ക് ഭാരവാഹികളോടേക്കും വല്ല പരിഭവം ഉണ്ടാവുക, മറ്റെന്തെങ്കിലും അവർക്ക് യഥാർത്ഥ നിലയിൽ വല്ല പ്രയാസം ഉണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ അർത്ഥം ജമാഅത്തിനെ അപമാനിക്കുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ മൊത്തം സിസ്റ്റം തന്നെ മോശമാണെന്ന് പറയില്ല. അത് ആ വ്യക്തിയുടെ വ്യക്തിപരമായ ന്യൂനതയായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റത്തിന് നിങ്ങൾ ഇൻഫർമേഷൻ നൽകുകയാണ് ചെയ്യേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നിങ്ങൾ ഇത്താഅത്ത് ചെയ്യണം ജമാഅത്തിന്. നിങ്ങളൊരു കൗമായിട്ട് നിൽക്കണം. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ ഒന്നായി നിന്നാൽ, നിങ്ങൾ ഒന്നാവാതെ നിങ്ങൾ പിരിഞ്ഞു കളഞ്ഞാൽ പിന്നെ ഒന്നും അവശേഷിക്കുന്നതല്ല. അതുകൊണ്ട് യൂണിറ്റി ഐക്യമത്യം മഹാബലം. നിങ്ങൾ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി നിൽക്കേണ്ടതാണ്. വ്യക്തിപരമായ പരിഭവങ്ങൾ അത് അകറ്റുന്നതിന് വേണ്ടി ഭാരവാഹികളോട് പറയുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഭവമുള്ളവരോട് നിങ്ങൾ ബന്ധം വെക്കണ്ട. ജമാഅത്തിനെതിരെ പറയുക എന്നുള്ളത് അത് ശരിയല്ല. നമുക്കൊരു സിസ്റ്റം ഉണ്ട്, അത് താഴ്ന്നു തുടങ്ങി അത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ജമാഅത്തായിക്കൊണ്ട് ജീവിക്കുക, ഈ യൂണിറ്റിലാണ് നിങ്ങൾക്ക് ബർക്കത്തുള്ളത്. അതുകൊണ്ട് അവരെ മനസ്സിലാക്കുക, ബോധ്യപ്പെടുത്തുക. ഇത് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണവുമില്ല. പിന്നെ എതിരാളികളാണെങ്കിൽ, അഹമ്മദികളല്ല എതിരാളികളാണെങ്കിൽ പിന്നെ അതവരുടെ പണിയാണ്, അവർ ചെയ്തോട്ടെ. നമ്മുടെ പണി എന്താണ്? അവരെ ബോധ്യപ്പെടുത്താൻ, അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നമ്മൾ ശരിയാണ്, നമ്മുടെ കർമ്മം ശരിയാണെങ്കിൽ, നമ്മൾ ഇസ്ലാമിക അധ്യാപനം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നമസ്കരിക്കുകയാണെങ്കിൽ, ശരിയായിരുന്നില്ല ദുആ ചെയ്യണമെങ്കിൽ, അള്ളാഹുവിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിൽ ദൃഢവിശ്വാസമുണ്ടെങ്കിൽ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ, അതിലെ കൽപ്പനകൾ ഗ്രഹിക്കാൻ നാം ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ അത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയ സാഹിത്യങ്ങൾ അതും ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ആരെയും നമുക്ക് മറുപടി നൽകാൻ സാധിക്കും. നമുക്ക് ആരെയും ഗൗനിക്കേണ്ട ആവശ്യമില്ല. ഈ കാലഘട്ടത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ നാസ്തിക ചിന്താഗതി വളർന്നുകൊണ്ടിരിക്കുന്നു. മതത്തിൽ നിന്ന് അവർ അകന്നുകൊണ്ടിരിക്കുന്നു. ഖുദ്ദാമുൽ അഹമ്മദിയ അവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഏതൊരു അന്തരീക്ഷത്തിലാണോ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അവിടെ ഇങ്ങനത്തെ ആളുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്വാധീനം ഉണ്ടാവുമല്ലോ. സ്കൂളിൽ പോകുന്നു, കോളേജിൽ പോകുന്നു, സുഹൃത്തുക്കളൊക്കെ അങ്ങനെയുള്ളവരാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നല്ല സുഹൃത്തുക്കളുമായിട്ട് ബന്ധം സ്ഥാപിക്കുക, ചീത്ത സുഹൃത്തുക്കൾ നമ്മൾ ഒഴിവാക്കുക. അത് ഞാൻ പറഞ്ഞതാണല്ലോ, അതേ കാര്യം തന്നെയാണ്. ഇത് മസീഹ് മൗഊദിൻ്റെ കാലം മുതലേ ഈ സംഗതിൻ്റെ ഒരിക്കലും ഹുസൂർ പറഞ്ഞു, ഞാൻ മുമ്പ് ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു സിഖുകാരുണ്ടായിരുന്നു, അള്ളാഹുവിൽ വിശ്വാസമുള്ള ഒരാളായിരുന്നു. അയാൾ വന്നിട്ട് മസീഹ് മൗഊദിനോട് പറഞ്ഞു, മാർഗദർശനം തേടിക്കൊണ്ട് വന്ന എൻ്റെ ചിന്ത, ഞാൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകളിൽ നിന്ന് അകന്നു പോകുന്നു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നീ ഇരിക്കുന്ന സീറ്റ്, അത് നിൻ്റെ സീറ്റിൻ്റെ അടുത്തിരിക്കുന്ന ആൾ നിരീശ്വരവാദിയായിരിക്കും, അതുകൊണ്ട് നീ സീറ്റ് മാറ്റുക എന്ന്. അങ്ങനെ സീറ്റ് മാറ്റിക്കൊണ്ട് 1-2 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ ഞാൻ സീറ്റ് മാറ്റിയപ്പോൾ എൻ്റെ വിശ്വാസം അള്ളാഹുലേക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക. അള്ളാഹു നമുക്ക് ഒരുപാട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അള്ളാഹു എന്തൊക്കെയാണ് നമുക്ക് ഔദാര്യം ചെയ്തതെന്നും ചിന്തിക്കുക. നമ്മൾ എവിടെയായിരുന്നു, അള്ളാഹു എവിടെയും വരെ കൊണ്ടെത്തിച്ചു, നമുക്ക് എന്തൊക്കെ അവസരങ്ങൾ നൽകി. അള്ളാഹു പറയുന്നു, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, പിന്നെ ആ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മെ പോറ്റി വളർത്താൻ വേണ്ടി മാതാവിൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ചിന്ത ഉണ്ടാക്കി. നമുക്ക് പാലൂട്ടാനും അതുപോലെ തന്നെ നമ്മൾ ആവശ്യം നിറവേറ്റാനൊക്കെ. പിന്നെ മാതാപിതാക്കൾ 2 പേരും നമ്മുടെ യൂണിഫോം, വസ്ത്രങ്ങൾ, തിന്നാനും കുടിക്കാനും ഒക്കെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ, ഞങ്ങളുടെ എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് നൽകുകയുണ്ടായി മാതാപിതാക്കൾ. ഈ കാര്യങ്ങളൊക്കെ ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഇഹ്സാനാത്താണ്, ഔദാര്യങ്ങളാണ്. ഇത് നമ്മൾ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ യാദൃശികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതൊക്കെ എല്ലാവരിലും അള്ളാഹു ഇത് സൃഷ്ടിച്ചിട്ടുണ്ട്. മതത്തിൽ വിശ്വസിക്കുന്ന ആരാണെങ്കിലും ഇല്ലെങ്കിലും ശരി, അള്ളാഹു എല്ലാവർക്കും വേണ്ടി ഈ ഒരു സന്ദർഭം അള്ളാഹു ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശക്തി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് നടത്തുന്നത്. എന്നാൽ മുസ്ലിങ്ങൾ, അഹമ്മദി, യഥാർത്ഥ മുസ്ലിം, അള്ളാഹു വിശ്വസിക്കുന്ന വ്യക്തി, അവനോട് അള്ളാഹു പറയുന്നു, ഈ ലോകത്തെ പ്രതിഫലത്തിന് ശേഷം പരലോകത്ത് ഞാൻ പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തെ മാത്രമല്ല നമ്മൾ അന്വേഷിക്കേണ്ടത്, നമ്മൾ പരലോകം കൂടി അന്വേഷിക്കണം. ഇവിടുത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലം ഇവിടെ ലഭിക്കും. എന്നാൽ അവിടെ പരലോകത്ത് നമ്മളിവിടുന്ന് ശരിയായി പ്രവർത്തിക്കുന്നെങ്കിൽ പരലോകത്ത് ശിക്ഷ നൽകാവുന്നതാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് അടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ അഹമ്മദത്തെ സ്വീകരിച്ചത്. ഇത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. രണ്ടാമത്തേത്, നമ്മൾ സ്വയം മാതൃക കാണിക്കുക. ഭാരവാഹികൾ, കായിദ്, മറ്റുള്ളവർ, മുന്തസിം, അവരുടെ ശരിയായ മാതൃകയില്ലെങ്കിൽ, അവർ ചിന്തന നമസ്കരിക്കുന്നില്ലെങ്കിൽ, ധൃതിയിലാണ് നമസ്കരിക്കുന്നതെങ്കിൽ, ദുആ ചെയ്യുന്നില്ല എങ്കിൽ, മൊറബി സാഹിബ് ദുആ ചെയ്യുന്നില്ല, 2 റക്കാത്ത് നഫൽ നമസ്കരിക്കുന്നില്ല ആൾക്കൾക്ക് വേണ്ടി, അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അതും അവർക്ക് മുന്നിൽ അതൊരു മാതൃകയായിരിക്കില്ല. മാതൃക നിലനാട്ടുമ്പോൾ മാത്രമേ പിന്നെ നമ്മൾ അവരെ സദസ്സുകളിൽ ചോദ്യോത്തര സദസ്സുകളൊക്കെ നടത്തിക്കൊണ്ട്, ഇൻട്രാക്ഷൻ നടത്തിക്കൊണ്ട് അവരെ അടുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. സെമിനാർ നടത്തിക്കൊണ്ട് അങ്ങനെ അവരെ അടുപ്പിക്കാൻ ശ്രമിക്കുക. പറഞ്ഞ ജൽസയിൽ വരൂ, നമസ്കരിക്കൂ, 5 നേരം നിസ്കരിച്ചോ ഇല്ലേ, വിശുദ്ധ ഖുർആൻ ഓതിയോ ഇല്ലേ, ഇത് മാത്രം ചോദിച്ചാൽ പോരാ. നമ്മൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുക. ഒരു പ്രഭാഷണ രൂപത്തിൽ എന്നതിലുപരിയായിട്ട് ഒരു ജൽസയിൽ വലിയ ഗംഭീര പ്രസംഗങ്ങളൊക്കെ നടത്താറുണ്ട്.
നമ്മൾ ആ പ്രസംഗങ്ങൾക്കുപരിയായി നമ്മൾ ആ പ്രസംഗത്തെ സംബന്ധിച്ച് ഡിസ്കഷൻ പ്രോഗ്രാം നടത്തുകയാണ് വേണ്ടി. അവലും ചോദ്യോത്തര സദസ്സുകൾ നടത്തുക, അവരുടെ ചോദ്യങ്ങൾക്ക് മൊറബി സാഹിബും കായ് സാഹിബൊക്കെ മറുപടി നൽകുക. അപ്പോൾ ജനങ്ങൾക്ക് തൃപ്തി വരുന്നതാണ്. അള്ളാഹു ഉണ്ട്, എന്തുകൊണ്ടുണ്ട്, നമ്മൾ എന്തുകൊണ്ട് അവനെ ആരാധിക്കണം, ഈ ആരാധനയുടെ ഗുണം അള്ളാഹുക്ക് എന്താണ്. വാസ്തവത്തിൽ അള്ളാഹുവിന് ഒരു ഗുണമില്ല. അള്ളാഹു പറയുന്നുണ്ട് ആരാധനയ്ക്കാണ് സൃഷ്ടിച്ചത്, എങ്കിലും അള്ളാഹു പറയുന്നത് നിങ്ങളൊന്നുമല്ല, നിങ്ങളെന്താണ്, നിങ്ങളൊന്നുമല്ല എനിക്ക് മുന്നിൽ, നിങ്ങൾ വെറും കീടങ്ങളെ പോലെയാണ് എന്നാണല്ലോ. അള്ളാഹുവിന് ആവശ്യമില്ല നമ്മുടെ ആരാധന, നമുക്ക് ആവശ്യമുണ്ട്. ഈ ലോകത്തും പരലോകത്തും നമുക്ക് അള്ളാഹുവിന് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യോത്തരങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ അകലുന്നതായിരിക്കും. മനസ്സിലായോ? ആത്മീയത അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ദീനിൽ കഠിനമായ പരിശ്രമം നടത്തുന്നവർക്ക് വേണ്ടിയുള്ള ഹുസൂറിൻ്റെ നിർദ്ദേശങ്ങൾ എന്തെല്ലാമാണ്? അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, വല്ലദീന ജാഹദു ഫീന, നമ്മുടെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവർ അവർക്ക് ഞാൻ എൻ്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന്. അള്ളാഹുവിനെ ശരിയായി തേടുന്നവർ ആത്മീയതയിൽ അവർക്ക് അള്ളാഹു മാർഗദർശനം നൽകുന്നു. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, നമസ്കാരത്തിൽ ദുആ ചെയ്യുക, സുജൂദിൽ ദുആ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനെ ദുആ ചെയ്യുക, അള്ളാഹു നമുക്ക് ലഭിക്കണം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിച്ചാൽ റുഹാനിയത്തിലും അഭിവൃദ്ധി ഉണ്ടാവും. മനസ്സിലായോ? അല്ലെങ്കിൽ ഭയന്നുകൊണ്ട്, സ്വർഗമോ നരകത്തെ ഭയന്നുകൊണ്ട് നമ്മൾ സൽക്കർമ്മം ചെയ്യരുത്. നമ്മൾ സൽക്കർമ്മം ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ തൃപ്തി തേടിക്കൊണ്ടായിരിക്കണം. ഒരാളുടെ സ്നേഹം ഉണ്ടാകുമ്പോൾ അവരെ നമ്മൾ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമല്ലോ. അള്ളാഹു പറയുന്നു, എന്നോട് എന്നെ സ്നേഹിക്കുക, അപ്പോൾ നിങ്ങളുടെ റൂഹാനിയത്ത് വർദ്ധിക്കുന്നതായിരിക്കും. മുലാഖാത്ത് അവസാനിച്ചപ്പോൾ ഖാദിമ്യങ്ങൾ ഫോട്ടോ എടുത്തു, അത് ഖലീഫത്തുൽ മസീഹ് അവർക്ക് പെണ്ണ് നൽകുകയും ചെയ്തു. ഹസ്രത്ത് അമീറുൽ മുഅ്മിൻ തൻ്റെ സന്തോഷം പ്രകടിപ്പിക്കേണ്ടെങ്കിൽ, അതായത് ഖാദിമ്യങ്ങൾക്ക് ഉറുദു നിലവാരം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത്. ഉറുദു വായിക്കുന്നതിൻ്റെ ഗുണം ഉണ്ടാവുക നമ്മൾ മസീഹ് സ്വലാത്തു വസ്സലാമിൻ്റെ ലിറ്ററേച്ചർ നമ്മൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോഴാണ് വെറും ഇംഗ്ലീഷ് മാത്രം വായിച്ചാൽ പോരാ. കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ AI മുഖേനയാണ് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത്. വളരെ തെറ്റായ ട്രാൻസ്ലേഷനാണ് വരുന്നത്. നമ്മുടെ മൊറബി സാഹിബ് ഒരിക്കൽ പറയുകയുണ്ടായി, നമ്മുടെ ലിറ്ററേച്ചറിൽ സഹീഹ് ബുഖാരി എന്നതിന് കറക്റ്റ് ബുഖാരി എന്ന തെറ്റായ തർജ്ജമ നൽകിയതായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് ഇത് ശരിയല്ല. ഹസ്രത്ത് അമീറുൽ മുഅ്മിനീൻ ഇപ്പോൾ അവിടെ ലോസ് ആഞ്ചൽസിൽ പിടിച്ച തീപിടുത്തത്തെ സംബന്ധിച്ച് അന്വേഷിച്ചു. അവിടെ എല്ലാവരും സുഖത്തുന്നുണ്ടല്ലേ? നിങ്ങൾ ന്യൂസൊക്കെ നോക്കുന്നുണ്ടോ? 1-2 അഹമ്മദികളെ അവർ ഇവാക്യുവേറ്റ് ചെയ്തതായിട്ടാണ് അറിയാൻ ചെയ്തത്. അള്ളാഹ് ഹാഫീസ്. ഇതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്സ് മുലാഖാത്തിൻ്റെ ഹുസൂർ തിരുമനസിൻ്റെ. എൻ്റെ അടുത്ത അവസാന ഭാഗത്തിലേക്ക് ഫ്രൈഡേ ജുമാ ഖുതുബയുടെ സംഗ്രഹം. ഹുസൂർ തിരുമനസ് ജുമാ ഖുതുബയിൽ 2 യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ചു. ഇതിൻ്റെ അവസാനത്തിൽ ഹുസൂർ തിരുമനസ് അഹമ്മദികളുടെ പ്രത്യേക ദുആക്ക് വേണ്ടി ആഹ്വാനം ചെയ്തു. പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് വേണ്ടി, പാകിസ്ഥാനിലെ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ ദുആക്ക് വേണ്ടി അപേക്ഷിക്കാറുണ്ട്. ഇതിൽ അത് വളരെയധികം തീവ്രത അഡ്മിനിസ്ട്രേഷനും ഭരണകൂടവും മൗലവിമാരുടെ പാവകളായി തീരുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യമൊക്കെ ഇങ്ങനെയാണ് വാർത്ത വന്നിരുന്നത്, മസ്ജിദിൻ്റെ മിനാര തകർത്ത് കളഞ്ഞു, അതിൻ്റെ മിഹ്റാബ് തകർത്ത് കളഞ്ഞു. ആദ്യം ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ഡസ്കയിൽ ഞങ്ങൾ റോഡുണ്ടാക്കുന്നതിന് വ്യാജേന ആദ്യം അവർ നോട്ടീസ് അയച്ചു, ഇത്ര സ്ഥലം നമ്മൾ എടുക്കുമെന്ന് പറഞ്ഞിട്ട്. പിന്നീട് ബുൾഡോസർ വന്നിട്ട് മൊത്തം അതിൻ്റെ വുളു എടുക്കുന്ന സ്ഥലമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ബുൾഡോസർ അവർ കൊണ്ടുവന്നപ്പോൾ മൗലവിമാർ പറഞ്ഞത് കേട്ട് പള്ളിയെ മുഴുവനും അവർ തകർത്ത് കളഞ്ഞു, ഷഹീദാക്കി. അത് പാർട്ടീഷന് മുമ്പ് നിർമ്മിക്കപ്പെട്ട പള്ളിയായിരുന്നു. അത് പഴയ പള്ളിയായിരുന്നു. ചൗധരി ജഫർലാൻ സാഹിബ് നിർമ്മിച്ച പള്ളിയായിരുന്നു അത്. ഏതായാലും ഇന്ന് ഇത് ഇവരുടെ അക്രമം എത്രമാത്രം വർദ്ധിച്ചിരിക്കുന്നു എന്നാൽ അള്ളാഹുവിന് മാത്രമേ, അള്ളാഹു ഇവരുടെ പെട്ടെന്ന് പിടിക്കാനുള്ള മാർഗം ഉണ്ടാക്കുമാറാകട്ടെ. ഇവരുടെ കുതന്ത്രങ്ങൾ ഇവരിൽ തന്നെ തിരിച്ചുവിടട്ടെ. അതുകൊണ്ട് ഇപ്പോൾ അഹമ്മദികൾ, പ്രത്യേകിച്ച് പാകിസ്ഥാനിലെ അഹമ്മദികൾ പ്രത്യേകം ദുആ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതിലേക്ക് ശ്രദ്ധ നൽകുക. അതുപോലെ തന്നെ പലസ്തീനെ സംബന്ധിച്ചും
അതിനെ സംബന്ധിച്ച് അഗ്രിമെൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പറയുന്നു ആയെന്ന് പറയുന്നു, ഇല്ല എന്ന് പറയുന്നു. അഗ്രിമെൻ്റ് സംബന്ധിച്ച് അതിന് ശേഷം പല സംഭവങ്ങൾ നടക്കുന്നു. പലരും പല സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അവർ മനസ്സിലാക്കേണ്ടത് ഈ ദജ്ജാലി ശക്തികളെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവർ പറയുന്നത് വേറെ, പ്രവർത്തിക്കുന്നത് വേറെയാണ്. അതുകൊണ്ട് ഇത്ര നമ്മൾ സന്തോഷിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദുആ ചെയ്യുകയാണ് വേണ്ടത്. മുസ്ലിങ്ങളെ യുക്തി പ്രയോഗിച്ച് പ്രവർത്തിക്കാനുണ്ട്. അവർ തങ്ങളുടെ അവകാശം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അള്ളാഹു മുസ്ലിം കൗമിന് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ.